നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ AFA ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല. നേരത്തെയും ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ജനുവരി അവസാനത്തിൽ നടത്തിയതാണ്. ഐവറി കോസ്റ്റും നൈജീരിയയുമായിരിക്കും എതിരാളികൾ എന്നാണ് അന്ന് പറഞ്ഞത്, ചൈനയിൽ വെച്ച് കളിക്കുമെന്ന്. പക്ഷേ ചൈന അവസാനം മത്സരം ക്യാൻസൽ ചെയ്തു. ഹോങ്കോങ്ങിലുണ്ടായിട്ടുള്ള ഇന്റർ മയാമിയുടെ കളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. മെസ്സി അന്ന് കളിക്കാതിരുന്നൊക്കെ വലിയ വിവാദമായിരുന്നു. മെസ്സി തന്നെ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരണ വീഡിയോ ഒക്കെ ഇറക്കി. ഏതായാലും ചൈന അർജന്റീനയുടെ കളികൾ ക്യാൻസൽ ചെയ്യുകയും അർജന്റീന മറ്റൊരു വെന്യൂ നോക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ആ വെന്യൂ US ആണെന്ന് തീരുമാനിച്ചു. എന്നാൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ ഐവറി കോസ്റ്റ് ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നില്ല. അവർ പിന്മാറിയപ്പോൾ പകരം വരുന്നത് എൽ സാൽവഡോറാണ്. എൽ സാൽവഡോറിനെതിരെ ലിയോ മെസ്സി ഇപ്പോൾ ജനുവരി മാസത്തിൽ അങ്ങ് കളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ 2 മാസത്തിനിടയ്ക്ക് 2ാം തവണ മെസ്സി എൽ സാൽവഡോറുമായിട്ട് കളിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്റർ മയാമിയുടെ പ്രീ സീസൺ മത്സരങ്ങൾ അവർ ആരംഭിച്ചത് എൽ സാൽവഡോറിനെതിരെ കളിച്ചുകൊണ്ടാണ്. ആ കളി വിജയിക്കാൻ പക്ഷേ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇനി വീണ്ടും മെസ്സി എത്തുന്നു അവരെ നേരിടാൻ വേണ്ടി. ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ കറൻ്റ്ലി 81ാം സ്ഥാനത്തുള്ള ടീമാണ് ഈ എൽ സാൽവഡോർ. എന്തായാലും മെസ്സിയും സംഘവും എൽ സാൽവഡോറിനെ തോൽപ്പിക്കും, മുന്നോട്ട് പോകും, സംശയമൊന്നുമില്ല. കാരണം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയ്ക്ക് ഇന്റർ മയാമി പോലെ അല്ലല്ലോ അർജന്റീനയ്ക്ക് എൽ സാൽവഡോർ ഒത്ത എതിരാളികളല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ലയണൽ സ്കലോനി ആഗ്രഹിച്ചതല്ല. അദ്ദേഹം നേരത്തെ കൃത്യമായിട്ട് AFAയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. മാർച്ച് മാസത്തിൽ മികച്ച എതിരാളികൾക്കെതിരെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കണം എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ അവർ യൂറോപ്പിലെ ടീമുകളെ നോക്കിയെങ്കിലും ലഭിച്ചില്ല. മിക്ക ടീമുകൾക്കും മത്സരങ്ങളൊക്കെ കൺഫേംഡ് ആണ്. ആ ഒരു ഘട്ടത്തിലാണ് ആഫ്രിക്കയിൽ നിന്ന് 2 വമ്പൻ ടീമുകളെ AFA എതിരാളികളായിട്ട് കണ്ടെത്തിയത്. അത് ഒടുവിൽ ഇങ്ങനെയുമായി. ഇപ്പോൾ നൈജീരിയക്കെതിരെ കളിയുണ്ട്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിലെ റണ്ണേഴ്സപ്പാണ് അവർ. പക്ഷേ ഒരു കളി എൽ സാൽവഡോറിനെതിരെ കളിക്കേണ്ടതായിട്ട് വരുന്നു. എന്തായാലും മെസ്സി വീണ്ടും എൽ സാൽവഡോറിനെതിരെ കളിക്കുന്നു. അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ ആദ്യ മത്സരം ഫിലാഡൽഫിയയിൽ വെച്ച് എൽ സാൽവഡോറിനെതിരെ കളിക്കുന്നു. മാർച്ച് 22-നാണ് ആ കളിയെങ്കിൽ. 2ാമത്തെ കളി നൈജീരിയക്കെതിരെ ലോസ് ഏഞ്ചലസിൽ വെച്ച് മാർച്ച് 26-ന് കളിക്കും. എന്തായാലും കാത്തിരിക്കാം അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.